വീണ്ടും ഇന്ത്യക്കാർക്ക് യുഎസ് വിസ നിയമങ്ങൾ കർശനമാക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല സൗഹൃദത്തിലാണ് എന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് വിസ നിയമങ്ങൾ കർശനമാക്കുന്നുവെന്ന് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇന്ത്യ യുഎസ് ബന്ധം മഞ്ഞുരുകുന്നു എന്നൊരു വാർത്തയും വന്നിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ യുഎസിന്റെ ഈ നിലപാട് അതിനെയൊക്കെ തള്ളിക്കളയുന്നതാണ്. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള കുടിയേറ്റേതര വിസ അപേക്ഷകർ അവരുടെ പൗരത്വമുള്ള രാജ്യത്തോ നിയമപരമായ താമസ സ്ഥലത്തോ മാത്രമായി അഭിമുഖ അപ്പോയിന്റ്മെന്റുകൾ സജ്ജീകരിക്കണമെന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉടൻ പ്രാബല്യത്തിൽ വരുന്ന ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചു. സമീപ രാജ്യങ്ങളിൽ നിന്ന് അപേക്ഷിക്കുന്നതിന് മുൻപ് ഉപയോഗിച്ചിരുന്ന കാത്തിരിപ്പ് സമയം കുറയ്ക്കുക എന്നതാണ് ഈ നടപടിയുടെ ലക്ഷ്യം. പുതിയ വിസ നിയമങ്ങൾ ആഗോളതലത്തിൽ നടപ്പിലാക്കുമെന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഉടൻ പ്രാബല്യത്തിൽ കുടിയേറ്റക്കാരല്ലാത്ത വിസ അപേക്ഷകർക്കുള്ള അപ്ഡേറ്റ് ചെയ്ത നിർദ്ദേശങ്ങൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അവരുടെ പൗരത്വമുള്ള രാജ്യത്തോ താമസിക്കുന്ന രാജ്യത്തോ ഉള്ള യുഎസ് എംബസിയിലോ കോൺസുലേറ്റിലോ വിസ അഭിമുഖ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യണം. പ്രസ്താവനയിൽ പറയുന്നു. ആഭ്യന്തര കാലതാമസം ഒഴിവാക്കാൻ സമീപ വർഷങ്ങളിൽ സിംഗപ്പൂർ, തായ്ലാന്റ്, ജർമ്മനി എന്നിവിടങ്ങളിലെ ഇന്റർവ്യൂ സീറ്റുകൾക്ക് അപേക്ഷിച്ച ഇന്ത്യക്കാരെ ഈ നടപടി നേരിട്ട് ബാധിക്കും. ഇതിനർത്ഥം യുഎസിലേക്ക് വേഗത്തിൽ യാത്ര ചെയ്യേണ്ട ഇന്ത്യക്കാർക്ക് വിദേശത്ത് ബിസിനസ് അല്ലെങ്കിൽ ടൂറിസം അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാൻ കഴിയില്ല എന്നാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പതിവായി NIV പ്രവർത്തനങ്ങൾ നടത്താത്ത ചില അസാധാരണ സാഹചര്യങ്ങൾ ഒഴികെ പുതിയ നയത്തിന് കീഴിൽ ആ ഓപ്ഷൻ ഇനി ലഭ്യമല്ല. യുഎസ് ഗവൺമെന്റ് പതിവ് നോൺ ഇമിഗ്രന്റ് വിസ പ്രവർത്തനങ്ങൾ നടത്താത്ത രാജ്യങ്ങളിലെ പൗരന്മാർക്ക് അവരുടെ താമസ സ്ഥലം മറ്റെവിടെയെങ്കിലും അല്ലാത്ത പക്ഷം നിയുക്ത എംബസിയിലോ കോൺസുലേറ്റിലോ അപേക്ഷിക്കാമെന്ന് അതിൽ പറയുന്നു. അഫ്ഗാനിസ്ഥാൻ, ക്യൂബ, ചാഡ്, റഷ്യ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പൗരന്മാരോ താമസക്കാരോ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. വ്യവസായ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഈ നിയന്ത്രണം ഇതിനകം വർദ്ധിച്ചു വരുന്ന വിസ കാത്തിരിപ്പ് സമയം കൂടുതൽ വഷളാക്കിയേക്കാം. ഈ വർഷം ആദ്യം ഹൈദരാബാദിലും മുംബൈയിലും 3.5 മാസവും കൊൽക്കത്തയിൽ 5 മാസവും വരെയായിരുന്നു വിസ കാത്തിരിപ്പ് സമയം. ചെന്നൈയിൽ ഇത് അമ്പരപ്പിക്കുന്ന 9 മാസത്തിലെത്തി. മുൻകാലങ്ങളിൽ വിനോദസഞ്ചാരികൾ വിദേശത്ത് അഭിമുഖം സംഘടിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് COVID-19 പാൻഡമിക് സമയത്ത് അപേക്ഷകരുടെ ബ്ലാക്ക് ലോഗ് കാരണം വീട്ടിൽ 3 വർഷത്തെ കാത്തിരിപ്പ് കാലയളവ് വരെ എത്തിയിരുന്നു. 2021 മഹാമാരിക്ക് ശേഷം യാത്ര പുനരാരംഭിച്ചപ്പോൾ ഇന്ത്യക്കാർക്ക് B1, B2 വിസ അഭിമുഖങ്ങൾക്കായി ജർമ്മനി പോലുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിരുന്നത് എങ്ങനെയാണെന്ന് ട്രാവൽ ഏജന്റുമാർ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അക്കാലത്ത് ഇന്ത്യയിൽ B1, B2 വിസകൾക്കായുള്ള അഭിമുഖ കാത്തിരിപ്പ് സമയം 15-20 മാസമായിരുന്നതിനാൽ ഫ്രാങ്ക്ഫർട്ടിലെ യുഎസ് എംബസി 2 വർഷം മുൻപ് NIV അഭിമുഖ അപ്പോയിന്റ്മെന്റുകൾ പ്രത്യേകിച്ച് ഇന്ത്യൻ അപേക്ഷകർക്ക് റിസർവ് ചെയ്തു. സെപ്റ്റംബർ 2-ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്റർവ്യൂ വെയർ പ്രോഗ്രാം കുറച്ചതിനു ശേഷം എല്ലാ കുടിയേറ്റക്കാരില്ലാത്ത വിസ അപേക്ഷകരും നേരിട്ട് അഭിമുഖം നടത്തുന്നത് നിർബന്ധമാക്കുന്ന ഒരു പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. ഇതിനർത്ഥം ഭൂരിഭാഗം അപേക്ഷകരും ഇനി യുഎസ് എംബസിയിലോ കോൺസുലേറ്റിലോ ഹാജരാകേണ്ടി വരും. മുൻപ് നേരിട്ടുള്ള അഭിമുഖങ്ങളിൽ നിന്ന് ഇവ ഒഴിവാക്കിയിരുന്നു. 79 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്കും 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പോലും ബാധകമായ വിസകളിൽ HLF, MJEO വിഭാഗങ്ങൾ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.